ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 9/7/2024, 10/7/2024. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് 2024 ഓഗസ്റ്റ് 10. ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. റഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രധാനമന്ത്രി നൽകിയ ഔദ്യോഗിക പരമോന്നത സിവിലിയൻ ബഹുമതി ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റിൽ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് PV സിന്ധുവും അജന്ത ശരത് കമാലും. ISROയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 2 ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ദൗത്യത്തിന്റെ പേര് ആക്സിയം 4 ദൗത്യം. അടുത്തിടെ ഫ്രാൻസിന്റെ സിവിലിയൻ പരമോന്നത ബഹുമതി ആർക്കാണ് ലഭിച്ചത്? റോഷ്നി നാഡാർ മൽഹോത്ര. ജൂൺ മാസത്തെ ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബൂംറ. ജൂൺ മാസത്തെ ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് നേടിയ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന. 2024 ജൂലൈയിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കണ്ടെയ്നർ കപ്പലായ ചൈനയിലെ ഷിയാമനിൽ നിന്ന് യാത്ര ചെയ്യുന്ന കപ്പലിന്റെ പേര് സാൻ ഫെർണാണ്ടോ. 2024 ജൂലൈയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റത് ഗൗതം ഗംഭീർ. സർക്കാർ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമി പ്രയോജനപ്പെടുത്തി പഴം പച്ചക്കറി കൃഷിക്ക് സൗകര്യമൊരുക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതി നവോത്ഥാൻ. സപ്ലൈകോയുടെ CMD ആയി നിയമിതനായത് PV നൂഹ്. 2024 ജൂലൈയിൽ അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ അസാമീസ് കവി ബിപുൽ റെയ്ഗഡ്. ലോക ഊർജ സ്വാതന്ത്ര്യ ദിനം ജൂലൈ 10. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ, കോഴിക്കോട്. ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ മായാത്ത ഓർമ്മകൾ എന്ന പുസ്തകം ആരെക്കുറിച്ചാണ്? PK വാര്യർ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. വിഴിഞ്ഞം തുറമുഖത്തിന് അന്താരാഷ്ട്ര കോഡ് ലഭിച്ചതോടെ അറിയപ്പെടുന്നത് INNYY-1. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ BN ഗംഗാധരൻ. Thanks for watching. Please like and subscribe.